പൊന്നാനി ജുമുഅത്ത് പള്ളിയും പൊന്നാനിയിലെ ഇസ്ലാമിക ചരിത്രവും നിങ്ങൾക്ക് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അറിയാം. പൊന്നാനിയെ സംബന്ധിച്ച് കേരളത്തിലെ മക്ക എന്നുവരെ പല ആളുകളും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് മക്കയാണെന്നല്ല, കേരളത്തിലെ ഇസ്ലാമിന്റെ അഭയം, ഇസ്ലാമിന്റെ അടിത്തറ ഇവിടെ നിന്നാണ് കേരളത്തിലേക്ക് മുഴുവനും പോയത് എന്ന് അർത്ഥം. അത് വളരെ വിശദമായി പറയാൻ സമയമില്ല. ഇന്ന് കർമ്മശാസ്ത്ര ലോകത്തിൽ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥം അൽ അസ്ഹറിലെ ജാമിയത്തുൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ വരെ പഠിപ്പിക്കപ്പെടുന്നു. റഫറൻസ് ലൈബ്രറികളിൽ മുഴുവനും നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയ ഫത്ഹുൽ മുഈൻ ഉണ്ട്. അങ്ങനെ ഫിഖ് ഷാഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതരും അതേ സമയത്ത് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരും ഇന്ത്യ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചവരും ബഹുമാനപ്പെട്ട മഖ്ദൂമുകൾ ആയിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിൽ നിന്ന് കാണാം. ആ മഖ്ദൂമുകൾ സ്ഥാപിച്ച പള്ളിയും അവർ സ്ഥാപിച്ച ഇസ്ലാമിക സംസ്കാരവും ഇവിടെ എന്നും നിലനിൽക്കണം. അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ദിക്ർ ദുആ മജ്ലിസ് എന്ന് ഞാൻ പറയുന്നു. എനിക്കിപ്പോഴും സന്തോഷമുള്ളത്, ഞാൻ ഈ ദിക്ർ ദുആ ഇവിടുത്തെ പൊന്നാനി ജുമുഅത്ത് പള്ളിയിൽ ഒരു ദിക്ർ സ്ഥാപിക്കാൻ മാത്രം ഞാനില്ല, ഞാനതിന് മാത്രം അർഹനല്ല. പക്ഷേ എന്റെ മശായിഖുമാർ, എന്റെ ഉസ്താദുമാർ വലിയവരാണ്. അവര് പറഞ്ഞ് ഏൽപ്പിച്ചു തന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു മടവൂർ സിഎം വലിയുമായി തങ്ങൾ നേരിൽ എന്നെ ഏൽപ്പിച്ചു. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ നേരിൽ ഏൽപ്പിച്ചു. ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാർ നേരിൽ ഏൽപ്പിച്ചു. ബഹ്റുൽ ഉലൂം ഒക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് ഏൽപ്പിച്ചു. അങ്ങനെ വലിയ വലിയ ഉസ്താദുമാർ നേരിൽ ദിക്റും സലാത്തും ഇൽമും ഏൽപ്പിച്ചു തന്ന ഒരു ഖാദിം എന്ന നിലക്ക് ഇവിടെ ഇത് ദിക്ർ സ്ഥാപിക്കാൻ ഞാൻ വന്നു. വന്ന ആ ദിവസം ഉള്ള അതുപോലത്തെ ആളുകൾ ഇന്നുണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ വന്ന ദിവസം ഇവിടെ കൂടിയ ആളുകൾ, അക്കൂട്ടത്തിൽ കുറച്ചാള് ദിക്ർ മുടക്കാൻ വന്നവരുണ്ടായിരുന്നു. അവർ കൂടി കൂടിയിട്ടായിരുന്നു അവിടെ എല്ലാം ഇങ്ങനെ റോഡ് നിറഞ്ഞു നിന്നത്. ഇന്ന് അങ്ങനെ ദിക്ർ മുടക്കുന്ന ആരുമില്ല. ഇവിടെ ഈ ദിക്ർ കൊണ്ട് വേറെ ഒരു അപകടം ഉണ്ടാക്കി തീർക്കുകയല്ല ചെയ്യുന്നത്, ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്
എന്ന് ബോധ്യപ്പെട്ട് എല്ലാ ദിക്റിനും പങ്കെടുക്കുന്നവരും അല്ലാത്തവരും ഈ ദിക്ർ വാർഷികത്തിൽ വന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമ്മൾക്ക് ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞാനിവിടുത്തെ ദൈനത്തിൽ മഹദൂമങ്ങളെ നേർച്ചന്റെ അന്ന് ആണ്ടിന്റെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായി നഹ്വിന്റെ കിതാബും അരിഫയും ഫത്ഹുൽ മുഈനും ഓതിയത് എന്റെ ഷെയ്ഖ്, അതിന്റെ ഉസ്താദ് എൻ അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മർഹൂം അവർകളാണ്. അള്ളാഹു അവരെ ദർജന ഏറ്റിക്കൊടുക്കട്ടെ. അവര് പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ വന്ന് ഓതി പഠിച്ച ആളാണ്. ഇവിടുന്നാണ് അലിഫിയ ഓതിയിട്ടുള്ളത്. ആ അലിഫിയ ഓതിയ കാലത്ത് അലിഫിന്റെ വക്കിൽ ഷറഹുകളൊക്കെ എഴുതി വച്ചിട്ട് പൊന്നാനിയിലെ പല ഇൽമുകളും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഫത്ഹുൽ മുഈൻ അന്ന് നന്നാക്കപ്പെട്ട ഈ എഴുതി നന്നാക്കിയ കിതാബ് ഇല്ല, ഇപ്പോഴാണ് അത് അച്ചടി വന്നത്. എന്നാൽ എന്റെ ഉസ്താദിന്റെ ഫത്ഹുൽ മുഈനിൽ പൊന്നാനിയിലെ ഒരുപാട് തഹ്ഖീഖാത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഉസ്താദ് പൊന്നാനിയിൽ നിന്ന് പഠിച്ച ഉസ്താദ് ആണ് എനിക്ക് ആദ്യമായി പഠിപ്പിച്ചത്. ഖുർആൻ പഠിച്ചതിന് ശേഷം കിതാബ് പഠിപ്പിച്ചു. അങ്ങനെ ഇവിടെയുമായി എനിക്കും ബന്ധമുണ്ട്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ എന്റെ അടുത്ത് പഠിച്ച സഖാഫി തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇവിടെ മുദരിസായി 100-ലധികം കുട്ടികൾക്ക് ദർസ് നടത്തുന്നു. അത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ, ഏതു മുമ്പ് തങ്ങളവരുകൾ അതിന് മുൻപന്തിയിരുന്നതുകൊണ്ട് ഈ ദർസിന് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ മഹദൂം അവറുകളും ഖാസിം കോയ ഹാജി അവറുകളും മറ്റ് ഞാൻ പേര് പറയാത്ത ആളുകളും എല്ലാവരും നമ്മുടെ ഇവിടുത്തെ ഇമാമ് പ്രത്യേകിച്ചു ചില സ്ഥലത്ത് ഇമാമിങ്ങളെ ശല്യാണ് ദർസിലുണ്ടായ. ഇമാമിന്റെയും മുക്കറിന്റെയും ശല്യം വലിയ ശല്യം. മുക്കറി ശല്യം എന്തായാലും പണ്ട് പരിചയിൽ പറയല്. മറ്റേ വെട്ടുകിളി ശല്യം എന്ന് പറയും പോലെ. എന്നാൽ ഇവിടെ അൽഹംദുലില്ലാഹ് അങ്ങനെ മുക്കറി ശല്യവുമില്ല, ഇമാമ് ശല്യവുമില്ല. അവരെല്ലാവരും വളരെയധികം ഒത്താശയിലും സംഗതിയിലും നടത്തുന്നു. ഞാൻ ചെറുപ്പത്തിലല്ല, ഞാൻ ആദ്യമായി 1964 ആണ് ദർസ് തുടങ്ങിയത്. അപ്പൊ അവിടെ ദർസിന് പോകുമ്പോ അതിന്റെ മുമ്പ് അവിടെ ദർസ് നടത്തിയ ഒരാളുണ്ടായിരുന്നു, മലപ്പുറം ജില്ലക്കാരനാണ്. ഒരു ഭയങ്കര ചൂടാ. എന്നോട് ചോദിച്ചു, എവിടെയാ ദർസ്? ഞാൻ ഇന്ന സ്ഥലത്താണ്. അല്ല, അവിടെ ഒരു മൊല്ലുണ്ട് കേട്ടോ, മൂന്ന് സൂക്ഷിക്കണം. മൊല്ലാന്ന് പറഞ്ഞാൽ മുക്കരി. ഞാൻ ചെന്ന് നോക്കുമ്പോ 50 കുട്ടികൾ അന്യ നാട്ടുകാരുണ്ട് എന്റെ അടുത്ത് ഓതാൻ. ആദ്യത്തെ കൊല്ലത്തന്നെ 50 കുട്ടികൾ. ഒരു 100 കുട്ടികൾ പുറത്തുനിന്ന് നാട്ടുകാര് വൈകുന്നേരം മഗ്‌രിബിന്റെ സമയത്ത് പഠിക്കാൻ വരും. അങ്ങനെ 150 കുട്ടികൾ പള്ളിയുടെ താഴെയും മേലെയുമായി പഠിക്കും. ആ
അന്ന് ഇലക്ട്രിക് ലൈറ്റില്ല, കറണ്ടില്ല. ഇന്നലെ കുത്തന ഉള്ള ഒരു 5-ാം നമ്പർ വിളക്ക് എന്ന് പറയുന്നത് വിളക്കുണ്ട്. ഈ വിളക്ക് കോടിമത് താഴോട്ടും മേലോട്ടും ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോ വീണിട്ട് ഉടഞ്ഞുപോയി, 2 എണ്ണം ഉടഞ്ഞുപോയി ഒരു ദിവസം. ഇയാള് പറഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ മുക്കരി വന്നിട്ട് കുട്ടികളെ കൊണ്ട് ചീത്ത പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട്. പിറ്റേന്ന് ഞാൻ വന്നപ്പോ ഞാനൊന്നും അവിടെ ഇല്ല. കുട്ടികളെല്ലാം കൂടി ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തൂലെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചാൽ അന്വേഷിച്ചപ്പോ ഇങ്ങനെയാണ് ഒരു വിളക്കിന്റെ വയലടിച്ചു പോയത്. ഇയാള് ചീത്ത പറഞ്ഞു. ഞാനൊന്നും ഉണ്ടില്ല. വളരെയധികം യുക്തിപരമായി അദ്ദേഹത്തെ ഞാൻ നന്നാക്കിയെടുത്തു. വൈകുന്നേരം ചായ കാട്ടിക്കൊണ്ടുവന്ന് തട്ടുപിഞ്ഞാണത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്നല്ല ഹാജി സാഹിബ്, നിങ്ങൾ ഈ പിഞ്ഞാണത്തിൽ ചായ കൊണ്ടുവന്ന് 2 ഗ്ലാസ് വാങ്ങിക്കൂടാനോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഗ്ലാസ് വാങ്ങിയ കുട്ടികൾ വെച്ചേക്കൂല, അവര് ഉടച്ചു കളയും. അപ്പൊ പിന്നെ അവിടത്തേക്ക് പിഞ്ഞാണം വാങ്ങുമ്പോ അക്കൂട്ടത്തിന് പള്ളിയിൽക്കും വാങ്ങിയതാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് സന്തോഷമായി. ചായ കുടിച്ചു കഴിഞ്ഞ് ചായ കൊടുത്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ ആകെ 2 കുട്ടികളാണുള്ളത്. ആ 2 കുട്ടികൾ ക്ലാസ് ഉടച്ചു കളയുമെന്ന് പറഞ്ഞാൽ ഇവിടെ 150 കുട്ടികളുള്ളപ്പോ ഒരു വിളക്കിന്റെ കോലൊടിഞ്ഞു പോയതിന് നിങ്ങൾ ചീത്ത പറയാൻ പാടുണ്ടോ? നല്ല നസീഹത്ത് ചെയ്തു കൊടുത്തു. നല്ലൊരു മനുഷ്യനാണ്. എന്തോ മുൻകോപം കൊണ്ട് മുത്താലിമ്യങ്ങളോട് ഇങ്ങനെ പറഞ്ഞു പോയതാ. 6 കൊല്ലം ഞാൻ അവിടെ ദർസ് നടത്തി. ഒരൊറ്റ വാക്ക് പോലും അദ്ദേഹം പിന്നീട് മുത്താലിമ്യങ്ങളെ ചീത്ത പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ നല്ല സ്വഭാവത്തിൽ മുത്താലിമ്യങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ യാതൊരു ശല്യമോ വിഷമങ്ങളോ ഒന്നുമില്ലാതെ ഇവിടെ ദർസ് നടക്കുന്നുണ്ട്. നാട്ടുകാര് എല്ലാവരും അതിന് നല്ല ഒത്താശ ചെയ്തു കൊടുക്കണം. നമുക്ക് മുതഅല്ലിമീങ്ങൾ വളരണം, ആലിമീങ്ങൾ വളരണം. ആലിമീങ്ങൾ വളരണം. എന്താണ് മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും? നമ്മുടെ ദർസിലൂടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ആ കൂട്ടത്തിൽ അവന് സയൻസ് പഠിക്കട്ടെ, കണക്ക് പഠിക്കട്ടെ, മറ്റെന്ത് പഠിക്കട്ടെ, ആ പഠനത്തോടൊപ്പം നല്ല ഉസ്താദുമാരുടെ കീഴിൽ ചിട്ടയിൽ പഠിച്ചാൽ ആ കുട്ടികൾ അദബും മര്യാദയും പഠിക്കും. കാരണം ഇവിടെ വ്യാകരണത്തിന് വേണ്ടി പഠിപ്പിക്കുന്ന കിതാബാണ് അൽഫിയ. വെറും വ്യാകരണം. അതിൽ മസ്അല പഠിപ്പിക്കുന്നില്ല, അതിൽ തസവ്വുഫ് പഠിപ്പിക്കുന്നില്ല, അതിൽ വേറെ യാതൊന്നും പഠിപ്പിക്കുന്നില്ല. കാര്യമായി നഹ്വിന്റെ വ്യാകരണം മാത്രമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ആ കിതാബ് രചിച്ച ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ വലിയ പണ്ഡിതനും വലിയ മുത്തഖിയും ആയിരുന്നു. അദ്ദേഹം ഇബ്നു മാലിക് തങ്ങൾ അദ്ദേഹത്തിന്റെ കിതാബിന്റെ മഹത്വം പറഞ്ഞു. എന്താണ്? എന്റെ ഈ കിതാബ് ഇബ്നു മുഅത്തി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഒരു അൽഫിയ എഴുതിയിട്ടുണ്ട്. 1000 പേജുള്ള കിതാബ് എഴുതിയിട്ടുണ്ട്. ആ കിതാബിനേക്കാൾ എന്റെ കിതാബ് മേലെയാണ്. ഇബ്നു മുഅത്തിയുടെ അലിഫിന്റെ മേലെയാണ് എന്റെ അൽഫിയ എന്ന് പറഞ്ഞുപോയി. ഇത് സത്യമാണ്. ഇബ്നു മുഅത്തിയുടെ അൽഫിയേക്കാൾ എത്രയോ പ്രാധാന്യമുള്ളതും എത്രയോ വിശേഷമുള്ളതും കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളതും ഗഹനമായ വിഷയമുള്ളതുമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും
ഈ ഒരു പദം അവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ അൽഫിയ എന്ന കിതാബ് ഇബ്നു മുഅ്തിയുടെ കിതാബിനെക്കാളും മേലെയാണെന്ന് പറഞ്ഞ ഈ വാക്കുമായി ഞാൻ മതിയാക്കിയാൽ കാലശേഷം വരുന്ന മുതഅല്ലിമീങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഞാനിത് കിബ്റ് പറഞ്ഞതാണെന്നോ ഞാൻ മുൻഗാമികളെ കുറ്റം പറഞ്ഞതാണെന്നോ ധരിച്ചു പോയാൽ അത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അതാ ഇതിന് പ്രായശ്ചിത്തമായി 2 വരികൾ പറയുന്നു. وهو بسبق حائز تفضيلا مستوجب ثناء الجميلا. എന്റെ കിതാബ് ഇബ്നു മുഅ്തിയുടെ കിതാബിനേക്കാൾ വലിയ കിതാബാണ് എന്ന് പറഞ്ഞാലും ബഹുവ ആ ഇബ്നു മുഅ്തി തങ്ങൾ ബിസബഖിൻ എന്നേക്കാൾ മുൻകടന്ന ആളായതോടുകൂടെ മുൻകടന്ന ആൾ എന്നുള്ളവർക്ക് ഒരു ശ്രേഷ്ഠത അദ്ദേഹത്തിനുണ്ട്. കൂടാതെ ഒരുപാട് ശ്രേഷ്ഠത ഒരുമിച്ച് കൂട്ടിയ ആളാണ്. മുസ്തൗജിബുൽ ഫനാഇയൽ ജമീല, ഞാൻ അദ്ദേഹത്തെ സ്തുതിക്കാൻ അദ്ദേഹം അർഹതനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ദുആക്കുകയാണ്, വല്ലാഹു യഖ്ദി ബിഹിബാത്തിൻ ആഖിറ ലീ വലഹു ഫീ ദറജാത്തിൽ ആഖിറ. റഹ്മാനായ അല്ലാഹു അദ്ദേഹത്തിന് വലിയ ദർജ ആഖിറത്തിൽ കൊടുക്കട്ടെ, എന്നെയും ആ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മുതഅല്ലിമീങ്ങൾ പ്രത്യേകം ചിന്തിക്കണം, എന്തൊരഥമാണിത്. ഇവിടെ ഒരു കിബറും പറഞ്ഞിട്ടില്ല. എന്റെ കിതാബിൽ മറ്റുള്ള കിതാബിനേക്കാൾ മഹത്വമുള്ളതാണെന്ന് പറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊരു ചെറിയ കിബറായി പോകുമോ എന്ന് സംശയം വന്നതുകൊണ്ട് അതിന് പരിഹാരമായി 2 വരിയാണ് പറയുന്നത്. ഇബ്നു മുഅ്തി തങ്ങൾ എന്റെ മുൻഗാമിയാണ്, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ കിതാബ് വളരെ അദ്ദേഹത്തിന് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ആളും ആണ്. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. അങ്ങനെയാണ് മുൻഗാമികൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഉസ്താദുമാർക്ക് വേണ്ടി ദുആ ചെയ്യണം ശിഷ്യന്മാർ. അങ്ങനെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണമെന്നുകൂടി മുതഅല്ലിമീങ്ങളെ പൊന്നാനിയിൽ ദർസിന് ഓതുന്ന മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കാൻ, ലോകത്തുള്ള മുഴുവൻ മുതഅല്ലിമീങ്ങളെയും പഠിപ്പിക്കാൻ അതാ ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞു എങ്കിൽ, പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, അങ്ങനെ ഒരുപാട് ഫായിദകൾ, ഒരുപാട് ഫലങ്ങൾ നമ്മുടെ പള്ളി ദർസിലൂടെ ഓതിയാൽ അവർക്ക് ലഭിക്കും. അതിനാൽ നിങ്ങളെല്ലാവരും ഈ ദർസ് സ്ഥാപിക്കുകയനുസരിച്ച് നല്ലപോലെ അഭിവൃദ്ധിപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിന്നത് തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൊണ്ടാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട ഇവിടെ വലിയ പോക്കരിമാര് വന്നിട്ട് ദീൻ പ്രചരിപ്പിച്ചതാണെന്ന് അല്ല. ഒരു പോക്കരിയും ഇവിടെ ദീൻ പ്രചരിപ്പിച്ചിട്ടില്ല. ഇവിടെ പ്രകോപനം കൊണ്ട് ദീൻ പ്രചരിപ്പിച്ചിട്ടില്ല, പ്രലോഭനം കൊണ്ട് ദീൻ പ്രചരിപ്പിച്ചിട്ടില്ല. മറിച്ച് ദീൻ പ്രചരിച്ചത് ഔലിയാക്കളെ കറാമത്ത് കൊണ്ടാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്ത് കൊണ്ട് ദീൻ